നമസ്കാരം. ആരോഗ്യകരമായ ജീവിതത്തിൽ സന്തോഷത്തിന്റെ സ്വാധീനത്തെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു അന്വേഷണമാണ് ഇന്നത്തെ വിഷയം. ലീഫ് ടെക് ഇന്ത്യ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സന്തോഷം എന്നത് ഒരു സാർവത്രിക അന്വേഷണമാണ്. സാംസ്കാരികവും ഭൂമിശാസ്ത്രപരവും സാമൂഹികവും സാമ്പത്തികവുമായ അതിരുകൾക്കപ്പുറത്തുള്ള ഒരു അന്വേഷണമാണ്. വ്യക്തികൾ അവരുടെ ജീവിതത്തിലുടനീളം അന്വേഷിക്കുന്ന ഒരു അവസ്ഥയാണിത്. പലപ്പോഴും ഇത് പൂർണ്ണവും ആരോഗ്യകരവുമായ അസ്തിത്വത്തിന്റെ മൂലക്കല്ലായി കണക്കാക്കുന്നു. സന്തോഷവും ആരോഗ്യവും തമ്മിലുള്ള ബന്ധം സമീപ വർഷങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നേടിയ ഒരു വിഷയമാണ്. നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സന്തോഷകരമായ ജീവിതം സുഖകരം മാത്രമല്ല, ഒരാളുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തിന് പ്രയോജനകരവുമാണെന്ന്. ഈ പഠനം സന്തോഷത്തിന്റെ ബഹുമുഖമായ മാനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ സഹായിക്കും. അതിന്റെ ഉറവിടങ്ങൾ, ഫലങ്ങൾ, ആരോഗ്യകരവും ഊർജ്ജസ്വലവുമായ ജീവിതത്തിന് അത് സംഭാവന ചെയ്യുന്ന വഴികൾ എന്നിവയാണ് പഠനവിഷയമാക്കുന്നത്. സന്തോഷവും ആരോഗ്യവും തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സന്തോഷത്തിന്റെ നിർവചനം എന്താണ് എന്നറിയേണ്ടത് അത്യാവശ്യമാണ്. ഇത് ഒരു നേരായ ആശയമായി തോന്നാമെങ്കിലും സന്തോഷം സങ്കീർണവും ആത്മനിഷ്ഠവുമാണ്. ഓരോ വ്യക്തിയിലും അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചിലർ ബന്ധങ്ങളുടെ ഊഷ്മളതയിലും മറ്റു ചിലർ പ്രൊഫഷണൽ നേട്ടങ്ങളിലും മറ്റു ചിലർ ദൈനംദിന ജീവിതത്തിലെ ലളിതമായ പ്രവർത്തനങ്ങളിലും സന്തോഷം കണ്ടെത്തും. തത്വചിന്തകരും ശാസ്ത്രജ്ഞരും നൂറ്റാണ്ടുകളായി സന്തോഷത്തെ നിർവചിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അത് നിരവധി കാഴ്ചപ്പാടുകളിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു. വിജയം, സംതൃപ്തി എന്നീ വികാരങ്ങളാൽ സവിശേഷമായ ഒരു നല്ല വൈകാരികാവസ്ഥയാണ് സന്തോഷം എന്നാണ് പൊതുവായി അംഗീകരിക്കപ്പെട്ട ഒരു നിർവചനം. അത് നൈമിഷികമായ ആനന്ദത്തിന് അതീതമാണ്. ക്ഷേമത്തിന്റെയും പൂർത്തീകരണത്തിന്റെയും ആഴത്തിലുള്ള ബോധത്തെ അത് ഉൾക്കൊള്ളുന്നു. ഈ സമഗ്രമായ അർത്ഥത്തിൽ സന്തോഷത്തെ മനസ്സിലാക്കുന്നത് ആരോഗ്യകരമായ ജീവിതത്തിൽ അതിന്റെ സ്വാധീനം അനാവരണം ചെയ്യുന്നതിന് നിർണായകമാണ്. സന്തോഷത്തിന്റെ അളവുകൾ മനുഷ്യാനുഭവത്തിന്റെ വിവിധ വശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ബഹുമുഖ പ്രതിഭാസമാണ്. ഈ അളവുകൾ പലപ്പോഴും സംവദിക്കുകയും ഓവർലാപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് ക്ഷേമത്തിന്റെ ചലനാത്മകവും സൂക്ഷ്മവുമായ ടേപ്സ്ട്രി സൃഷ്ടിക്കുന്നു. ഈ അളവുകൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നത് സന്തോഷത്തിന്റെ ഉറവിടങ്ങളെയും സ്വഭാവത്തെയും കുറിച്ച് സമഗ്രമായ ഒരു ധാരണ നൽകുന്നു. ഒരാളുടെ ആന്തരിക വൈകാരികമായ ചിന്തകളുടെ മൊത്തത്തിലുള്ള പോസിറ്റിവിറ്റി പ്രതിഫലിപ്പിക്കുന്ന ഒരു സുപ്രധാന അവസ്ഥയാണ് വൈകാരിക ക്ഷേമം. സന്തോഷം, കൃതജ്ഞത, സ്നേഹം, സംതൃപ്തി തുടങ്ങിയ പോസിറ്റീവ് വികാരങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നു. സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ മനുഷ്യർ സാമൂഹിക സൃഷ്ടികളാണ്. നമ്മുടെ ബന്ധങ്ങളുടെ ഗുണനിലവാരം നമ്മുടെ സന്തോഷത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ദൃഢമായ സാമൂഹിക ബന്ധങ്ങൾ, അവർ കുടുംബവുമായോ സുഹൃത്തുക്കളുമായോ അല്ലെങ്കിൽ ഒരു വിശാലമായ സമൂഹവുമായോ ആകട്ടെ, ഒരു വ്യക്തിത്വത്തിനും പിന്തുണക്കും ഇത് കാരണമാകുന്നു. ലക്ഷ്യവും അർത്ഥവും നിറഞ്ഞ ഒരു ജീവിതം പലപ്പോഴും സന്തോഷകരമാണ്. ഈ വിധത്തിൽ ദിശാബോധം, ലക്ഷ്യങ്ങൾ, ഒരാളുടെ പ്രവർത്തനങ്ങൾ തന്നേക്കാൾ മഹത്തായ എന്തെങ്കിലും സംഭാവന ചെയ്യുന്നു എന്ന തോന്നൽ എന്നിവ ഉൾപ്പെടുന്നു. വ്യക്തിപരമോ തൊഴിൽപരമോ ആയ നേട്ടങ്ങൾക്ക് അഗാധമായ സംതൃപ്തിയും സന്തോഷവും കൈവരുത്താൻ കഴിയും. ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുന്നതും കൈവരിക്കുന്നതും എത്ര ചെറുതാണെങ്കിലും ഒരാളുടെ കഴിവുകളെക്കുറിച്ചുള്ള നല്ല ധാരണയ്ക്ക് ഇത് കാരണമാകുന്നു. ശാരീരിക ആരോഗ്യവും സന്തോഷവും തമ്മിലുള്ള ബന്ധം ദ്വിമുഖമാണ്. വ്യായാമവും ആരോഗ്യകരമായ ഭക്ഷണക്രമവും പോലുള്ള ശാരീരിക ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആരോഗ്യം വർദ്ധിപ്പിക്കുക മാത്രമല്ല, മാനസികാവസ്ഥയെയും മൊത്തത്തിലുള്ള സന്തോഷത്തെയും ഗുണപരമായി ബാധിക്കുകയും ചെയ്യുന്നു. വ്യക്തികൾ അവരുടെ അനുഭവങ്ങളെ മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന രീതി അവരുടെ സന്തോഷത്തെ വളരെയധികം സ്വാധീനിക്കുന്നു. ശുഭാപ്തിവിശ്വാസവും പ്രതിരോധശേഷിയും ഉള്ള ഒരു പോസിറ്റീവ് കോഗ്നിറ്റീവ് വീക്ഷണം വളർത്തിയെടുക്കുന്നത് കൂടുതൽ സന്തോഷകരവും സംതൃപ്തവുമായ ജീവിതം നൽകുന്നു. ഈ അളവുകൾ മനസ്സിലാക്കുന്നത് സന്തോഷത്തിന്റെ സ്രോതസ്സുകൾ പഠിക്കുന്നതിനും മൊത്തത്തിലുള്ള ക്ഷേമത്തെ സ്വാധീനിക്കാൻ അവ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനുമുള്ള ഒരു സമഗ്ര അറിവ് നൽകുന്നു. ഓരോ ചിന്തയും ആരോഗ്യകരവും സന്തുഷ്ടവുമായ ജീവിതത്തിന്റെ സങ്കീർണതയിലേക്ക് നമ്മെ നയിക്കുന്നു. എന്നാൽ സന്തോഷവും ആരോഗ്യവും തമ്മിലുള്ള വിഭജനം ശാസ്ത്രീയവും ജനപ്രിയവുമായ വ്യവഹാരങ്ങളിൽ പ്രാധാന്യം നേടിയ ഒരു കൗതുകകരമായ പഠനമേഖലയാണ്. മനഃശാസ്ത്രം, ന്യൂറോ സയൻസ്, മെഡിസിൻ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഗവേഷണങ്ങൾ
സന്തോഷകരമായ ജീവിതം ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിന് ഗുണകരമായ വഴികളെക്കുറിച്ച് വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകിയിട്ടുണ്ട്. പോസിറ്റീവ് വികാരങ്ങളും പൊതുവെ ശുഭാപ്തി വിശ്വാസമുള്ള വീക്ഷണവും രോഗപ്രതിരോധ സംവിധാനത്തിന്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കൂടുതൽ സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുന്ന വ്യക്തികൾ രോഗങ്ങളെ കൂടുതൽ പ്രതിരോധിക്കും. ഉദാഹരണമായി, സന്തോഷം ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പോസിറ്റീവ് വികാരങ്ങൾ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിനും കാരണമാകുമെന്ന് ഗവേഷണം സൂചിപ്പിക്കുന്നു. അതുപോലെ നിരവധി രേഖാംശ പഠനങ്ങൾ സന്തോഷവും ദീർഘായുസ്സും തമ്മിലുള്ള ബന്ധവും കണ്ടെത്തിയിട്ടുണ്ട്. മെക്കാനിസങ്ങൾ സങ്കീർണവും ബഹുമുഖവുമാണ്. പൊതുവെ സന്തോഷകരവും ക്രിയാത്മകവുമായ ജീവിത വീക്ഷണം ദീർഘായുസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആശ്ചര്യകരമെന്ന് പറയട്ടെ, വർദ്ധിച്ച വേദന സഹിഷ്ണുതയുമായി സന്തോഷം ബന്ധപ്പെട്ടിരിക്കുന്നു. പോസിറ്റീവ് വൈകാരികാവസ്ഥയിലുള്ള വ്യക്തികൾക്ക് നെഗറ്റീവ് വികാരങ്ങൾ അനുഭവിക്കുന്നവരെക്കാൾ വേദന കുറവാണെന്ന് മനസ്സിലാക്കാം. മറ്റൊന്ന് കുറഞ്ഞ സ്ട്രെസ് ലെവലുകളാണ്. വിട്ടുമാറാത്ത സമ്മർദ്ദം വിവിധ മാനസികവും ശാരീരികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അറിയപ്പെടുന്ന കാരണങ്ങളാണ്. സമ്മർദ്ദത്തിന്റെ ശാരീരികവും മാനസികവുമായ പ്രത്യാഘാതങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കുന്ന പോസിറ്റീവ് വികാരങ്ങളുടെ സന്തോഷം സമ്മർദ്ദത്തിനെതിരായ ഒരു ബഫർ ആയി പ്രവർത്തിക്കുന്നു. സന്തുഷ്ടരായ വ്യക്തികൾ പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ കൂടുതൽ സഹിഷ്ണുത കാണിക്കുന്നു. വെല്ലുവിളികളിൽ നിന്നും തിരിച്ചടികളിൽ നിന്നും പിന്തിരിഞ്ഞ് സന്തുഷ്ടരായ തങ്ങളുടെ എതിരാളികളെക്കാൾ ഫലപ്രദമായി അവർ മികച്ച കോപ്പിംഗ് മെക്കാനിസങ്ങൾ പ്രദർശിപ്പിക്കുന്നു. എന്നാൽ സന്തോഷം മാത്രം മാനസികാരോഗ്യ വൈകല്യങ്ങൾക്കുള്ള പ്രതിവിധി അല്ലെങ്കിലും അത് ഒരു പ്രതിരോധ പങ്ക് വഹിക്കും. തീർച്ച. പോസിറ്റീവ് വികാരങ്ങളും ക്ഷേമബോധവും വിഷാദത്തെയും ഉത്കണ്ഠയെയും ഒരു പരിധിവരെ അകറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട. മറ്റൊന്നു മെമ്മറി, ശ്രദ്ധ, പ്രശ്നപരിഹാര കഴിവുകൾ തുടങ്ങിയ വശങ്ങൾ ഉൾപ്പെടെയുള്ള വൈജ്ഞാനിക പ്രവർത്തനങ്ങളെ സന്തോഷം നല്ല രീതിയിൽ സ്വാധീനിക്കുന്നു എന്നതിന് തെളിവുകളുണ്ട്. സന്തുഷ്ടരായ വ്യക്തികൾ ക്രമമായ വ്യായാമം, സമീകൃതാഹാരം, മതിയായ ഉറക്കം എന്നിങ്ങനെയുള്ള ആരോഗ്യ പ്രോത്സാഹന സ്വഭാവങ്ങളിൽ ഏർപ്പെടാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഈ ജീവിതശൈലി കാരണം മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ക്ഷേമത്തിനും ഗണ്യമായ ഗുണങ്ങൾ ഉണ്ടാകുന്നു. ലഹരിവസ്തുക്കളുടെ ദുരുപയോഗം, അശ്രദ്ധമായ ഡ്രൈവിംഗ് എന്നിവ പോലുള്ള അപകടകരമായ പെരുമാറ്റങ്ങളിൽ ഏർപ്പെടുന്നതുമായി സന്തോഷം വിപരീതമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സന്തുഷ്ടനായ ഒരു വ്യക്തി അവരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന തിരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള സാധ്യതകളാണ് കൂടുതൽ. സന്തോഷത്തിന്റെ സാമൂഹിക മാനം ആരോഗ്യത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ വ്യക്തികളെ വെല്ലുവിളികൾ നേരിടാനും സുരക്ഷിതവും സ്വന്തമെന്ന ബോധവും പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്ന ഒരു പിന്തുണാ സംവിധാനം നൽകുന്നു. സന്തോഷവും ആരോഗ്യവും തമ്മിലുള്ള സങ്കീർണമായ പരസ്പരബന്ധം മനസ്സിലാക്കുന്നതിന് ക്ഷേമത്തിന്റെ ശാരീരികവും മാനസികവും പെരുമാറ്റപരവുമായ വശങ്ങളെ പരിഗണിക്കുന്ന ഒരു സൂക്ഷ്മമായ വീക്ഷണം ആവശ്യമാണ്. ഈ ബന്ധം ഒരു വൺ വേ അല്ല. സന്തോഷം ആരോഗ്യത്തിന് സംഭാവന ചെയ്യുന്നതുപോലെ ആരോഗ്യമുള്ള ശരീരവും മനസ്സും സന്തോഷം തഴച്ചു വളരാൻ വളക്കൂറുള്ള മണ്ണ് സൃഷ്ടിക്കുന്നു. സന്തോഷത്തിന്റെ എണ്ണമറ്റ നേട്ടങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഒരു ചോദ്യം ഉയർന്നുവരുന്നു: വ്യക്തികൾക്ക് എങ്ങനെ അവരുടെ സന്തോഷം വളർത്തിയെടുക്കാനും വർദ്ധിപ്പിക്കാനും കഴിയും? എല്ലാവർക്കും അനുയോജ്യമായ ഉത്തരം ഇല്ലെങ്കിലും ചില തന്ത്രങ്ങളും സമ്പ്രദായങ്ങളും കൂടുതൽ സന്തോഷകരവും സംതൃപ്തവുമായ ജീവിതത്തിന് സംഭാവന നൽകുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പതിവായി നന്ദി പ്രകടിപ്പിക്കുന്നത് വർദ്ധിച്ച സന്തോഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നന്ദിയുള്ള ഒരു ജേണൽ സൂക്ഷിക്കുന്നത്, വ്യക്തികൾ നന്ദിയുള്ള കാര്യങ്ങൾ എഴുതുന്നത് ലളിതവും എന്നാൽ ശക്തവുമായ ഒരു പരിശീലനമായിരിക്കും. ധ്യാനം ഉൾപ്പെടെയുള്ള മൈൻഡ്ഫുൾനെസ് പരിശീലനങ്ങൾ വ്യക്തികളെ വർത്തമാനനിമിഷ അവബോധം വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു. ഈ രീതികൾ സമ്മർദ്ദം കുറയ്ക്കുക, വൈകാരിക ക്ഷേമം വർദ്ധിപ്പിക്കുക, മൊത്തത്തിലുള്ള മാനസികാരോഗ്യം മെച്ചപ്പെടുത്തൽ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചെറുതോ വലുതോ ആയ കാരുണ്യ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് സന്തോഷം വർദ്ധിപ്പിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്നത് ബന്ധവും ലക്ഷ്യബോധവും വളർത്തുന്നു. പോസിറ്റീവ് നിമിഷങ്ങൾ ആസ്വദിക്കാനും പൂർണ്ണമായി അനുഭവിക്കാനും സമയമെടുക്കുന്നത് സന്തോഷത്തിന്റെ വർധനവിന് കാരണമാകുന്നു. സ്വാദിഷ്ടമായ ഭക്ഷണം ആസ്വദിക്കുന്നതോ മനോഹരമായ സൂര്യാസ്തമയത്തെ കാണുന്നതോ വ്യക്തിപരമായ നേട്ടങ്ങൾ ആഘോഷിക്കുന്നതോ ഇതിൽ ഉൾപ്പെട്ടേക്കാം. അർത്ഥവത്തായ ബന്ധങ്ങൾ പരിപോഷിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് സന്തോഷത്തിന്റെ മൂലക്കല്ലാണ്.
പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുക, ഒരു പിന്തുണയുള്ള സോഷ്യൽ നെറ്റ്വർക്ക് കെട്ടിപ്പടുക്കുക, കണക്ഷനുകൾ വളർത്തുക എന്നിവ മൊത്തത്തിലുള്ള ക്ഷേമത്തിന് ഗുണകരമാണ്. ബന്ധങ്ങൾക്കുള്ളിലെ ആരോഗ്യകരമായ ആശയവിനിമയം സന്തോഷത്തിന് അത്യന്താപേക്ഷിതമാണ്. വികാരങ്ങൾ പ്രകടിപ്പിക്കുക, സജീവമായി കേൾക്കുക, പൊരുത്തക്കേടുകൾ പരിഹരിക്കുക എന്നിവ നല്ല സാമൂഹിക ഇടപെടലുകൾക്ക് കാരണമാകുന്നു. വ്യക്തവും കൈവരിക്കാവുന്നതുമായ ലക്ഷ്യങ്ങൾ കാണുകയെന്നത് ദിശയും ലക്ഷ്യവും നൽകുന്നു. ഈ ലക്ഷ്യങ്ങൾ വ്യക്തിപരമോ പ്രൊഫഷണലോ അല്ലെങ്കിൽ രണ്ടും കൂടിച്ചേർന്നതോ ആകാം. ചെറിയ നേട്ടങ്ങൾ പോലും അംഗീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് നേട്ടത്തിന്റെയും സംതൃപ്തിയുടെയും ബോധത്തിന് കാരണമാകുന്നു. സന്തോഷവും ആരോഗ്യവും തമ്മിലുള്ള സങ്കീർണമായ ബന്ധം അനാവരണം ചെയ്യാൻ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. സന്തോഷത്തിന്റെ ബഹുമുഖ സ്വഭാവവും ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിൽ അതിന്റെ ആഴത്തിലുള്ള സങ്കീർണതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ സന്തോഷം തേടുന്നത് നിസ്സാരമായ ഒരു ശ്രമമല്ല, മറിച്ച് ആരോഗ്യകരവും സംതൃപ്തവുമായ അസ്തിത്വത്തിന്റെ അടിസ്ഥാന വശമാണെന്ന് വ്യക്തമാകും. ദീർഘായുസ്സും പ്രതിരോധശേഷിയും നൽകുന്ന ശാരീരിക നേട്ടങ്ങൾ മുതൽ വൈജ്ഞാനിക പ്രവർത്തനവും വൈകാരിക ക്ഷേമവും വർദ്ധിപ്പിക്കുന്ന മാനസിക നേട്ടങ്ങൾ വരെ നമ്മുടെ ജീവിതത്തിന്റെ രൂപരേഖ രൂപപ്പെടുത്തുന്നതിൽ സന്തോഷം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. സന്തോഷം വളർത്തുന്നതിനുള്ള തന്ത്രങ്ങളും സമ്പ്രദായങ്ങളും ഒരു ഭ്രാന്തമായ ചിന്തയല്ല, മറിച്ച് അവരുടെ ക്ഷേമം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കുള്ള ഒരു വഴികാട്ടിയാണ്. സന്തോഷം ആത്മനിഷ്ഠമായിരിക്കുന്നതുപോലെ അതിലേക്കുള്ള യാത്രയും. ഓരോ വ്യക്തിയുടെയും സന്തോഷത്തിലേക്കുള്ള പാത അദ്വിതീയമാണ്. വ്യക്തിഗത മൂല്യങ്ങൾ, അനുഭവങ്ങൾ, അഭിലാഷങ്ങൾ എന്നിവയാൽ രൂപപ്പെട്ടതാണ്. ഈ സന്തോഷത്തിന്റെയും ആരോഗ്യത്തിന്റെയും സമന്വയത്തിൽ മനസ്സിന്റെയും ശരീരത്തിന്റെയും പരസ്പര ബന്ധത്തിന്റെ അഗാധമായ സ്ഥിരീകരണം കാണാൻ കഴിയും. പോസിറ്റീവ് വികാരങ്ങൾ, അർത്ഥവത്തായ ബന്ധങ്ങൾ, ലക്ഷ്യബോധമുള്ള അന്വേഷണങ്ങൾ എന്നിവയാൽ സമ്പന്നമായ ജീവിതം സന്തോഷകരം മാത്രമല്ല, ആരോഗ്യകരവുമാണ്. ശാസ്ത്രം, മനഃശാസ്ത്രം, തത്വചിന്ത എന്നിവയുടെ അതിരുകൾ തിരിച്ചറിയാനുള്ള കഴിവ്, സന്തോഷത്തെക്കുറിച്ചുള്ള ധാരണയും ആരോഗ്യകരമായ ജീവിതത്തിൽ അതിന്റെ സ്വാധീനവും വർദ്ധിപ്പിക്കും. ഇത് നന്നായി ജീവിക്കാനുള്ള പഴയ അന്വേഷണത്തിലേക്ക് പുതിയ ഉൾക്കാഴ്ചകൾ പ്രദാനം ചെയ്യും. മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം. ഞാൻ ഡോക്ടർ മനോഹരൻ, ലീഫ് ടെക് ഇന്ത്യ പോഡ്കാസ്റ്റ് സൈനിങ് ഓഫ്.